പേഷ്യന്റിന് നമുക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാത്തതുകൊണ്ടാണ് മിക്കതും ഡ്രൈ സോക്കറ്റ് ഉണ്ടാവുന്നത്. അതെ, പല്ലെടുത്ത് കഴിഞ്ഞിട്ട് എല്ലാവരും ചിലവര് ഒരു 4 days ഒക്കെ നമ്മൾ വരും, ഡോക്ടറെ ഭയങ്കര പല്ല് വേദനയല്ലോ എന്ന് പറഞ്ഞിട്ട്. ഇതെന്തായിരിക്കും കാരണം? അതെ, പല്ലെടുത്തതിന് ശേഷം ചെറിയൊരു ശതമാനം ആൾക്കാരിൽ വരുന്ന ഒരു കോംപ്ലിക്കേഷൻ ആണ് ഇതിന് നമ്മൾ പറയുന്നത് ഡ്രൈ സോക്കറ്റ് എന്നാണ്. ഇതെന്താ ഉണ്ടാവണേന്ന് കാരണം എന്ന് വെച്ചാൽ പേഷ്യന്റിന് നമുക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാത്തതുകൊണ്ടാണ് മിക്കതും ഡ്രൈ സോക്കറ്റ് ഉണ്ടാവുന്നത്. വേറെ പ്രോബ്ലംസ് ഉണ്ട്, വേറെ കോസസ് ഉണ്ട്. എന്നാലും മെയിൻ ആയിട്ട് നമ്മൾ പേഷ്യന്റിനോട് പറയും തുപ്പരുത്, സ്ട്രോ യൂസ് ചെയ്യരുത്, പുക വലിക്കരുത്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ മര്യാദയ്ക്ക് ഫോളോ ചെയ്യാത്തതുകൊണ്ടാണ് ഈ ഡ്രൈ സോക്കറ്റ് വരുന്നത്. ഇതിൻ്റെ ഒരു സിംറ്റം എന്താണെന്ന് വെച്ചാൽ സിവിയർ പെയിൻ ആയിരിക്കും, തലയിലേക്കൊക്കെ റേഡിയേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പെയിനും ഫൗൾ ടേസ്റ്റ്, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പല്ലെടുത്ത് കഴിഞ്ഞാൽ ഡോക്ടർ തരുന്ന ഇൻസ്ട്രക്ഷൻ എന്താണോ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് ഡ്രൈ സോക്കറ്റ് ഒഴിവാക്കാം.